ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വൺ പീസിലെ 6ാമത്തെ സാഗയായിട്ടുള്ള സമ്മിറ്റ് വാർ സാഗയാണ്. നമ്മൾ ഇതുവരെ കണ്ട സാഗ വെച്ച് നോക്കുമ്പോൾ ഇതൊരൊന്നൊന്നര സാഗയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സാഗയുടെ സൈസ് കൊണ്ട് വേണമെങ്കിൽ പറയാം. അടുത്തത് ഇതിൽ വരുന്ന സ്റ്റോറി കൊണ്ട്, മാലപ്പടക്കം പോലെ വമ്പൻ ട്വിസ്റ്റുകൾ, പുതിയ അടിപൊളി ക്യാരക്ടേഴ്സ്, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി സാഗ. എന്താ പറയാ, ഒരു ആബ്സല്യൂട്ട് സിനിമ എടുത്തു വെച്ചിരിക്കുകയാണ്. ലൂഫി എന്ന പ്രൊട്ടഗോണിസ്റ്റിന്റെ ഒരു അൾട്ടിമേറ്റ് ഡെവലപ്മെന്റ് വരാൻ പോകുന്നത് ഈ ഒരു സാഗയ്ക്ക് ശേഷമാണ്, അല്ലെങ്കിൽ ഈ ഒരു സാഗ മുതലാണ് ഇത് തുടങ്ങുന്നത്. സോ വൺ പീസിന്റെ ഒരു ചെറിയ ടേണിംഗ് പോയിന്റ് ഇവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത്. ഈ ഒരു സബ്മിറ്റ് വാർ സാഗയില് മറൈൻ ഫോർഡ് എന്ന് പറയുന്ന ഒരു ആർക്ക് ഉണ്ട്, ഒരുമാതിരി മാരക ആർക്ക്. ഞാനൊക്കെ വൺ പീസിന്റെ ഹാർഡ് കോർ ഫാനായിട്ട് മാറിയത് ഈ ഒരു ആർക്കിന് ശേഷമാണ്. അത്രത്തോളം ഗംഭീരം, അതിൽ കൂടുതൽ വാക്കുകളൊന്നും എനിക്ക് പറയാനില്ല. ഇതുവരെയുള്ള സാഗകള് ഈ ഒരു സാഗയിലേക്കുള്ള ചവിട്ടുപടി ആയിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രത്തോളം വേറെ ലെവൽ സാഗയാണിത്. ഓരോ മിനിറ്റും ഗൂസ് ബംസ് കൊണ്ടുവരാൻ ഇതിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഗൂസ് ബംസ് മാത്രമല്ല, ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സീന്, നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരുപാട് സീന്, നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന സീനുകൾ. വൺ പീസിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഫൈറ്റുകൾ, സസ്പെൻസ് എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അൾട്ടിമേറ്റ് പാക്ക് ആണ്, മാരക സാഗയാണ്. അതുകൊണ്ട് കാണാത്തവരൊക്കെ പെട്ടെന്ന് പോയിട്ട് കാണണം. നിങ്ങൾ ഇതുവരെ കണ്ടതൊക്കെ എക്സ്പ്ലനേഷൻ ആണെങ്കിലും പ്രശ്നമില്ല, പക്ഷേ ഇത് മിസ് ചെയ്യരുത് ഗൈസ്, മിസ് ചെയ്യരുത്. മിസ് ചെയ്താൽ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് വൺ പീസിൽ വലിയൊരു ഭാഗമാണ്. സോ ഈ സാഗയിൽ മൊത്തം 5 ആർക്കാണുള്ളത്. അതിൽ ഒന്നാമത്തത് സബോഡി ആർക്കിപെലഗോ ആർക്ക്, അടിപൊളി ആർക്കാണ്. രണ്ടാമത്തത് ആമസോൺ ലില്ലി ആർക്ക്, ഈ ആർക്കും ബെസ്റ്റ് ആണ്. മൂന്നാമത്തെ ആർക്കാണ് ഇംബൽ ഡൗൺ ആർക്ക്, ഗംഭീര ആർക്കാണ്. ഇനി ഇതിലെ 4ാമത്തെ ആർക്കാണ് മറൈൻ ഫോർഡ് ആർക്ക്. ഞാനിങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നതിന്റെ കാരണം ഈ മറൈൻ ഫോർഡ് ആർക്കാണ്. കാരണം സമ്മിറ്റ് വാർ സാഗ അതിന്റെ പീക്കിലെത്തുന്നത് ഈ ഒരു ആർക്കിലൂടെയാണ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈ ഒരു ആർക്കിലൂടെ. ഇനി ഇതിലെ 5ാമത്തെ ആർക്കാണ് പോസ്റ്റ് വാർ ആർക്ക്. എല്ലാ മാലപ്പടക്കങ്ങളും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അവസാനത്തിൽ തീപ്പൊരി ഉണ്ടാവില്ലേ, അതാണ് ഈ ആർക്ക്. അതായത് അവസാനം എന്ത് സംഭവിക്കുന്നു, ഇനി അടുത്തത് എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയ കൺക്ലൂഷൻ. പക്ഷെ ഒന്നും അവിടെ അവസാനിക്കുന്നില്ല, ഒക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. സോ ഇത്രയാണ് ഇതിലുള്ള 5 ആർക്കുകൾ. അതുപോലെ 385ാമത്തെ എപ്പിസോഡിൽ വെച്ച് സ്റ്റാർട്ട് ആവുന്ന ഈ ഒരു സാഗ അവസാനിക്കുന്നത് 516ാമത്തെ എപ്പിസോഡിൽ വെച്ചാണ്. ഏകദേശം 131 എപ്പിസോഡ്. ഇതിൽ തന്നെ ഫില്ലർ ആർക്ക് എന്ന് പറയാൻ അത്രമാത്രം ഒന്നുമില്ല, ഏതാണ്ട് 10 to 15 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ സീക്വൽ ആയിട്ടുള്ള കനോൺ എപ്പിസോഡ്സ് ആണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് ഏത് ആർക്കിൽ ഏതൊക്കെ എപ്പിസോഡ്സ് വരുന്നു എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന് മുമ്പുള്ള വൺ പീസ് എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വലിയ പോഡ്കാസ്റ്റും അതുപോലെ പ്ലേലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ മുകളിൽ ലൈക്ക് കാർഡിലും കൊടുക്കാം. ഇതിലൊക്കെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബും സ്പോയിലറുകൾ ഇല്ലാത്ത കമന്റും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷ്യർ. കഴിഞ്ഞ എപ്പിസോഡിൽ സ്ട്രോ ഹാറ്റ്സ് ത്രില്ലർ ബാർക്കിൽ നിന്ന് ഫിഷർമാൻ ഐലൻഡിലേക്ക് തിരിച്ചു. ഇപ്പൊ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് നിലവിൽ അവിടേക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, സ്ട്രോ ഹാറ്റ്സിന് അവിടേക്ക് പോകാനുള്ള വഴി അറിയില്ല. അവർക്ക് എങ്ങനെയാണ് അവിടേക്ക് എത്തിപ്പെടേണ്ടതെന്ന് അറിയില്ല. ലോക്ക് പോസ്റ്റിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത് വെള്ളത്തിലേക്കാണ്, പക്ഷെ വെള്ളത്തിന്റെ അടിയിലൂടെ എവിടേക്ക് പോകും? കപ്പൽ ഉപയോഗിച്ച് എന്തായാലും വെള്ളത്തിന്റെ അടിയിലൂടെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് സ്ട്രോ ഹാറ്റ്സിന് എങ്ങനെ പോകുമെന്ന് അറിയാത്തൊരു അവസ്ഥയിലാണ്. ഇനി എന്തിനാണ് സ്ട്രോ ഹാറ്റ്സ് ഫിഷർമാൻ ഐലൻഡിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ, വൺ പീസ് വേൾഡ് 2 ഭാഗമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ റെഡ് ലൈൻ ആണ്. സോ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത 2 ഭാഗത്തിലെ ഒരു ഭാഗത്താണ് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഇപ്പൊ നിലവിലുള്ളത്. അവർക്ക് ഇനി അപ്പുറത്തെ ഭാഗം, ആ 2ാമത്തെ ഭാഗത്തേക്ക് പോകണം. ആ ഒരു ഭാഗത്തെ ന്യൂ വേൾഡ് എന്നാണ് പറയുന്നത്. സോ ഈ ന്യൂ വേൾഡിലേക്ക് പോകാൻ 2 വഴിയുണ്ട്. ഒന്നാമത്തെ വഴി റെഡ് ലൈനിന്റെ മുകളിലുള്ള മറൈജോയിലേക്ക് എത്തി അവിടുന്ന് ഇവര് നേരെ അപ്പുറത്തുള്ള ഭാഗത്തേക്ക് പോകണം, അതായത് ന്യൂ വേൾഡിലേക്ക്. പക്ഷേ ഈ മറൈജോ എന്ന് പറയുന്ന ആരുടെ സ്ഥലമാണ്? വേൾഡ് ഗവൺമെന്റിന്റെ സ്ഥലമാണ്. അതുകൊണ്ട് വേൾഡ് ഗവൺമെന്റിലെ ആൾക്കാർക്ക് മാത്രമേ അവിടെ എൻട്രി ഉള്ളൂ. പൈററ്റ്സിനെ അവിടെ കണ്ട അടിച്ചോടിക്കും. അതുകൊണ്ട് പൈററ്റ്സിന് പോകാനുള്ള 2ാമത്തെ വഴിയാണ് ഫിഷർമാൻ ഐലൻഡിലേക്ക് എത്തി അവിടെയുള്ള റെഡ് ലൈനിന് ഒരു വലിയ ഹോൾ ഉണ്ട്. അതായത് ആ ഭാഗത്തുള്ള റെഡ് ലൈനിൽ ഒരു വലിയ ദ്വാരം, ഒരു വലിയൊരു ദ്വാരമുണ്ട്. ആ ഒരു ഹോളിലൂടെ വേണം ഇവർക്ക് അപ്പുറത്തേക്ക് കടക്കാൻ. ഈ റെഡ് ലൈൻ എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിലാവാറില്ല. സോ ഈ റെഡ് ലൈൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ചുറ്റും ഒരു റെഡ് സർക്കിള്, ഒരു മല പോലെ, ഒരു വാള് പോലെ, ഒരിക്കലും പൊട്ടിക്കാൻ കഴിയാത്ത ഒരു മല പോലെയുള്ളതാണ് ഈ റെഡ് ലൈൻ എന്ന് പറയുന്നത്. അതിന്റെ കുറുകെ, അതായത് ഈ റെഡ് ലൈനിന്റെ ഓപ്പോസിറ്റ് ഒരു എക്സ് മാർക്ക് ഇട്ടതുപോലെയാണ് ഈ ഗ്രാൻഡ് ലൈൻ കിടക്കുന്നത്. ഈ ഗ്രാൻഡ് ലൈനിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കാംബെൽറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിലേക്ക് കയറിയാൽ പൈററ്റ്സിന്റെ കപ്പൽ നീങ്ങില്ല. കാരണം അവിടെ കാറ്റില്ല. കാറ്റില്ലാത്തതുകൊണ്ട് കപ്പൽ നീങ്ങില്ല. അതുകൊണ്ട് ഇവർക്ക് ഡയറക്റ്റ് ഗ്രാൻഡ് ലൈനിലേക്ക് എത്താൻ പറ്റില്ല. സോ ഗ്രാൻഡ് ലൈനിലേക്ക് എത്താൻ വേണ്ടി ഇവർ എന്ത് ചെയ്യണം? റെഡ് ലൈൻ വഴി വരണം. ഇത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അറിയാത്തവർ മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സോ ഈ റെഡ് ലൈൻ വഴി വരുന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. സ്ട്രോ ഹാറ്റ്സ് ഒക്കെ ആദ്യമായിട്ട് ഈ റെഡ് ലൈനിലൂടെയാണ് ഗ്രാൻഡ് ലൈനിലേക്ക് എത്തിയത്. സോ റെഡ് ലൈനിന്റെ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഇപ്പൊ റെഡ് ലൈനിന്റെ എൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. അതായത് 2 ഭാഗമായിട്ട് സെപ്പറേറ്റ് ചെയ്തില്ലേ, ആ സെപ്പറേറ്റ് ചെയ്ത ഭാഗത്ത് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് എവിടെയാണോ ഉള്ളത് അതിന്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഇപ്പൊ എത്തി. ഇതിനർത്ഥം നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഇപ്പൊ പകുതിയോളം സഞ്ചരിച്ചു എന്നാണ്. ഇനി അവർക്ക് ബാക്കി പകുതി ന്യൂ വേൾഡ് സഞ്ചരിക്കണം. അതായത് ഇനി അവർക്ക്
സെപ്പറേറ്റ് ചെയ്ത രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകണം. ഈ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഒന്നെങ്കിൽ മറൈജോ പോകണം, അല്ലെങ്കിൽ ഫിഷർമാൻ ഐലൻഡിലേക്ക് പോകണം. മറൈജോയിലേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവർ ഫിഷർമാൻ ഐലൻഡിലേക്ക് പോകുന്നത്. സോ ഇപ്പൊ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് ഫിഷർമാൻ ഐലൻഡിലേക്കുള്ള വഴി അറിയില്ല, അവർക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. സോ ഇത്രയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് വൺ പീസ് വേൾഡിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഇനിയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയുന്നുണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിലേക്ക് വരാം. അവർക്ക് പോകാനുള്ള വഴി അറിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാൻ വേണ്ടി അവരുടെ കപ്പൽ 1000 സണ്ണിയിലുള്ള ഒരു ഷാർക്കിന്റെ സബ്മറൈൻ യൂസ് ചെയ്ത് അവർ കടലിലൂടെ ഇറങ്ങി കുറെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അവരിപ്പോൾ ഉള്ളത് ഗ്രാൻഡ് ലൈനിന്റെ തൊട്ടടുത്താണ്. അവിടെ മുഴുവൻ ചെക്ക് ചെയ്തിട്ട് അവർക്ക് ഒന്നും കാണാൻ പറ്റിയില്ല. എങ്ങനെ കാണാൻ പറ്റും? ഫിഷർമാൻ ഐലൻഡ് എന്ന് പറയുന്നത് വെള്ളത്തിന്റെ അടിയിൽ 10,000 മീറ്റർ താഴെയാണ്. അവിടേക്ക് പോവാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ അവിടേക്ക് പോകാനുള്ള വഴി ഇപ്പൊ സ്ട്രോ ഹാറ്റ്സിന് കിട്ടാത്തതുകൊണ്ട് അവരെല്ലാവരും എങ്ങനെ പോകുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഒരു വലിയ സീ മോൺസ്റ്റർ ഇവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. പെട്ടെന്ന് ലൂഫി അവിടെ അതിനെ അടിച്ചപ്പോൾ അതിന്റെ വായ്ക്കകത്ത് നിന്ന് രണ്ടുപേര് പുറത്തേക്ക് ചാടി. ഒരു മെർമെയ്ഡും അതുപോലെ ഒരു സ്റ്റാർ ഫിഷും. ഈ മെർമെയ്ഡ് എന്ന് പറയുമ്പോൾ അതൊരു ഫിഷർമാൻ ആണ്. സോ ഇതുപോലെയുള്ള ഒരുപാട് ക്രീച്ചേഴ്സ് വൺ പീസ് വേൾഡിലുണ്ട്. ഈ ഒരു മെർമെയ്ഡിന്റെ പേര് ക്യാമി, അതുപോലെ കൂടെ ചാടിയ സ്റ്റാർ ഫിഷിന്റെ പേര് പപ്പാഗ്. നമ്മുടെ ലൂഫി ആ വലിയ സീ മോൺസ്റ്ററിന്റെ അടുത്ത് നിന്ന് ഇവരെ രക്ഷപ്പെടുത്തിയതുകൊണ്ട് ക്യാമി സ്ട്രോ ഹാറ്റ്സിന് ഭക്ഷണം കൊടുക്കാമെന്ന് പറയുന്നു. സോ ക്യാമി ഒരു റെസ്റ്റോറന്റ് പോലുള്ള ഒരു സ്ഥലം നടത്തുന്നുണ്ട്. അവിടേക്കാണ് ക്യാമി നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ ഇൻവൈറ്റ് ചെയ്തത്. എന്നിട്ട് ക്യാമി അവളുടെ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ വിളിച്ചു പറയുമ്പോൾ അയാളെ ആരോ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇത് കാണുന്ന സ്ട്രോ ഹാറ്റ്സ് ക്യാമിയെ സഹായിക്കാന്ന് പറയുന്നു. ഈ ക്യാമി ഒരു മെർമെയ്ഡ് ആയതുകൊണ്ട് അവൾക്ക് ഒരുപാട് പവേഴ്സ് ഉണ്ട്. ലൈക്ക് അവൾക്ക് ഈ മീനുകളോട് സംസാരിക്കാൻ പറ്റും, അവരോട് സഹായം ചോദിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ മീനുകളോട് സംസാരിച്ച് അവളുടെ പിടിച്ചു വെച്ച ആൾ എവിടെയാണെന്ന് അവൾ കണ്ടുപിടിക്കുന്നു. നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ക്യാമിയോട് എന്തിനാണ് അവർ നിങ്ങളുടെ ആളെ പിടിച്ചു വെച്ചതെന്ന് ചോദിക്കുമ്പോൾ ക്യാമി പറയുന്നത് അവർ എന്നെ പിടിക്കാൻ വേണ്ടിയാണ് അയാളെ പിടിച്ചു വെച്ചത്. കാരണം ഞാനൊരു മെർമെയ്ഡ് ആണ്, അതുകൊണ്ട് എന്നെ ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പൈസ കിട്ടും. അതിനുവേണ്ടിയാണ് അവർ എന്നെ പിടിക്കാൻ നടക്കുന്നത്. അവരുടെ പേരാണ് ഫ്ലൈയിങ് ഫിഷ് റൈഡേഴ്സ് എന്ന് ക്യാമി സ്ട്രോ ഹാറ്റ്സിനോട് പറയുന്നു. ശേഷം നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഈ ഫ്ലൈയിങ് ഫിഷ് റൈഡേഴ്സ് ഉള്ള സ്ഥലത്തേക്ക് എത്തി. അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരൊറ്റ മനുഷ്യനില്ല. പകരം ഈ ക്യാമിയുടെ ആളെ ഒരു ജയിൽ പോലെയുള്ള കൂട്ടിലാക്കി വെച്ചിരിക്കുകയാണ്. ഈ ക്യാമിയുടെ ആളാരാണെന്ന് നോക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അത് ആർലോങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്ന ഹാച്ചാൻ ആണ്. ആ പഴയ ഫിഷർമാൻ ഹാച്ചാൻ, നമ്മുടെ സോറോ തോൽപ്പിച്ച ഹാച്ചാൻ. അവനെ കണ്ട് മനസ്സിലാവുന്ന സ്ട്രോ ഹാറ്റ്സ് അവനെ സഹായിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാമി പറയും ഞാൻ അതൊക്കെ എന്നെ മറന്നു കളഞ്ഞു, ഇപ്പൊ നമുക്ക് അയാളെ സഹായിക്കാം, എന്നിട്ട് ബാക്കി നോക്കാം. ഇത് കേട്ട സ്ട്രോ ഹാറ്റ്സ് അയാളെ സഹായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ ഇറങ്ങി ഹാച്ചാനെ രക്ഷപ്പെടുത്താൻ നിൽക്കുമ്പോൾ ഒളിച്ചിരുന്ന ഫ്ലൈയിങ് ഫിഷ് റൈഡേഴ്സ് പുറത്തു വന്ന് ഇവർ അറ്റാക്ക് ചെയ്യുന്നു. അതോടെ സ്ട്രോ ഹാറ്റ്സ് എല്ലാത്തിനെയും പെറുക്കി എടുത്തടിച്ചു. ഒരു മാതിരി അടി. കുറെ ദിവസം അടി കൊടുക്കാത്തതിന്റെ ക്ഷീണം ഇപ്പൊ ഒരു മാറ്റി. അപ്പൊ അവിടേക്ക് ഫ്ലൈയിങ് ഫിഷ് റൈഡേഴ്സിന്റെ ലീഡർ വരുന്നു. ഒരു അയൺ മാസ്ക് ഒക്കെ വെച്ച് ഒരു ബൈസന്റെ പുറത്തിരിക്കുന്ന ഇവന്റെ പേരാണ് ഡുവൽ. ഇവന് സാഞ്ചിയെ കണ്ടപ്പോൾ ഒരുപാട് ദേഷ്യം വന്നു. അതെന്തിനാണെന്ന് അറിയില്ല, പക്ഷെ സാഞ്ചിയെ കാണുമ്പോൾ അവൻ അടക്കാൻ കഴിയാത്ത ദേഷ്യം. പെട്ടെന്ന് ലൂഫി ഡുവലിന്റെ മുഖത്തുള്ള അയൺ മാസ്ക് അടിച്ച് തെറിപ്പിച്ചു. അപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത് സാഞ്ചിയുടെ വാണ്ടഡ് പോസ്റ്ററിലുള്ള ഫോട്ടോ അത് ഇവന്റെയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ ആദ്യമായിട്ട് വാണ്ടഡ് പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് എല്ലാവരുടെയും ഫോട്ടോ വേൾഡ് ഗവൺമെന്റിന് കിട്ടി, പക്ഷെ സാഞ്ചിയുടെ ഫോട്ടോ മാത്രം കിട്ടിയില്ല. അതുകൊണ്ട് വേൾഡ് ഗവൺമെന്റ് സാഞ്ചിയുടെ ഫോട്ടോ വരച്ചാണ് വെച്ചത്. അങ്ങനെ വരച്ചു വന്ന ഫോട്ടോ ഈ ഡുവലിന്റെ മുഖമായിട്ട് മാറി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മാന്യമായിട്ട് കുറച്ച് കള്ളത്തരൊക്കെ ജീവിച്ചിരുന്ന ഡുവലിനെ എല്ലാ മറൈൻസും വന്ന് ഉപദ്രവിക്കാൻ തുടങ്ങി. അവനെ വെറുതെ പിടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. അവനെ കാണുന്ന ജനങ്ങളൊക്കെ പേടിച്ചോടി. കുറച്ചുപേരൊക്കെ അവനെ മറൈൻസിന് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ സാഞ്ചിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവന്റെ ലൈഫ് തന്നെ ഇല്ലാതാവാനായി. ഇതുകൊണ്ടാണ് ഡുവലിന് സാഞ്ചിയോട് ഇത്ര ദേഷ്യം. ഇപ്പൊ ഡുവലിന്റെ മോന്ത കാണുന്ന സാഞ്ചിക്കാവട്ടെ അതിലും വലിയ ദേഷ്യം. കാരണം സാഞ്ചിയുടെ വാണ്ടഡ് പോസ്റ്ററിൽ ഇത്രയും വൃത്തികെട്ട മുഖമാണല്ലോ, അത് ഇവന്റെ മുഖമാണെന്ന് അറിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ദേഷ്യം. അതുകൊണ്ട് സാഞ്ചി ഓടി വന്ന് കൊടുത്തു അവന്റെ മുഖത്തിനിട്ടൊരു ചവിട്ട്. പെട്ടെന്ന് ഡുവൽ സാഞ്ചിയെ വലയിലാക്കി വെള്ളത്തിലേക്ക് ഇട്ടു. സാഞ്ചിയെ രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് നീന്തി എത്തണം. അതുകൊണ്ട് പെട്ടെന്ന് പോകാൻ കഴിയുന്നത് മെർമെയ്ഡ് ആയിട്ടുള്ള ക്യാമിക്കാണ്. അപ്പൊ സാഞ്ചിയെ രക്ഷിക്കാൻ വേണ്ടി ക്യാമി പോകുന്നു. ഈ സമയത്ത് ഡുവൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവന്റെ ബൈസൺ യൂസ് ചെയ്ത് ലൂഫി ഇടിക്കാൻ ഓടി വരുന്നു. അപ്പൊ ലൂഫി ബൈസനെ പിടിച്ചു വെച്ച് ഒരു മാതിരി നോട്ടം, ദേഷ്യം പിടിച്ച് തറപ്പിച്ച് നോക്കി ബൈസനെ. അപ്പൊ എന്തോ ഒരു അദൃശ്യ ശക്തി, ആ ബൈസനെ തളർത്താൻ മാത്രമുള്ള ഒരു പവർ, ഒരു ഓറ ലൂഫിയുടെ അകത്ത് നിന്ന് വന്ന് ആ ബൈസൺ ബോധം കെട്ട് താഴെ വീണു. ഇത് കണ്ട് എല്ലാവരും ഷോക്കാവുന്നുണ്ട്. പക്ഷെ ഇത് എന്ത് പവറാണ്, എങ്ങനെ സംഭവിച്ചു എന്നൊന്നും ആർക്കും അറിയില്ല. ലൂഫിക്കും പ്രത്യേകിച്ച് ഐഡിയ അല്ല. ലൂഫി ദേഷ്യപ്പെട്ടപ്പോൾ ഒരു പവർ പുറത്തേക്ക് വന്നു, അത്രമാത്രം ലൂഫിക്ക് അറിയുള്ളൂ. ഇപ്പൊ ഈ ഒരു സമയത്ത് സാഞ്ചി വന്നു. ഇനി എല്ലാ കാര്യവും സാഞ്ചി നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവൻ ചാടി വന്ന് ഡുവലിന്റെ മുഖത്ത് അടിച്ച് അച്ചാറാക്കും. ചവിട്ടെന്നൊക്കെ പറഞ്ഞ മുഖത്തിനിട്ട് ഒരു മാതിരി ചവിട്ട്. അങ്ങനെ ഡുവലിന്റെ പ്രശ്നങ്ങൾ ഏകദേശം അവസാനിച്ചു. ഇത് കഴിഞ്ഞ് സ്ട്രോ ഹാറ്റ്സ് ഒക്കെ ക്യാമിയുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഡുവൽ വീണ്ടും വരുന്നത്. പക്ഷെ ഇപ്പൊ വന്ന ഡുവലിന്റെ മുഖം ആകെ മാറിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ സാഞ്ചി ഡുവലിന്റെ മുഖത്ത് അടിച്ച സമയത്ത് അവന്റെ ഫേസിന്റെ ഷേപ്പ് മാറി. ഇപ്പൊ അവനൊരു സുന്ദര കുട്ടപ്പനായിട്ട് മാറി. സോ അത്രയും വൃത്തികേടിൽ നിന്ന് ഇപ്പൊ ഒരു സുന്ദരനാക്കി മാറ്റിയതിന് ഡുവൽ അവർക്ക് നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഡുവൽ അവരുടെ ഫ്രണ്ടായി മാറി. ഇതിനുശേഷം നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഹാച്ചാനോട് ഞങ്ങൾക്ക് ഫിഷർമാൻ ഐലൻഡിലേക്കാണ് പോകേണ്ടത്, അവിടെ നിന്ന് പിന്നീട് ന്യൂ വേൾഡിലേക്കും പോകണം, എന്നാൽ ഫിഷർമാൻ ഐലൻഡിലേക്ക് ഞങ്ങൾക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. ഇത് കേട്ട പെപ്പാഗ്, കെമിയുടെ കൂടെ ഒരു സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നില്ലേ, അതിന്റെ പേരാണ് പെപ്പാഗ്. സോ പെപ്പാഗ് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഫിഷർമാൻ ഐലൻഡിലേക്ക് പോകാൻ 2 വഴിയുണ്ട്. അതിലൊരു വഴിയാണ് റെഡ് ലൈനിന്റെ മുകളിലുള്ള മറൈജോയിലൂടെ പോകുന്നത്. അത് അറിയാലോ, നടക്കില്ല. അതുകൊണ്ട് രണ്ടാമത്തെ വഴിയാണ് ഫിഷർമാൻ ഐലൻഡിലേക്ക് പോകുന്നത്. അവിടേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ആദ്യം സബൂഡി ആർക്കിപ്പെലാഗോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. അവിടെ ചെന്ന് നിങ്ങളുടെ കപ്പലിന് ഒരു ബബിൾ കോട്ടിംഗ് കൊടുത്ത്, അങ്ങനെ ആ ബബിൾ കോട്ടിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വെള്ളത്തിന്റെ അടിയിലൂടെ പോകാൻ പറ്റുള്ളൂ. സോ ഇപ്പൊ പറഞ്ഞു വരുന്നത് വെള്ളത്തിന്റെ അടി
അടിയിലൂടെ കപ്പൽ കൊണ്ടുപോകാൻ ഒരു കോട്ടിംഗ് ചെയ്യണം, ഒരു ബബിൾ കോട്ടിംഗ്. ആ കോട്ടിംഗ് ചെയ്യുന്നത് സബോഡി ആർക്കിപ്പെലഗോ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ വാട്ടർ 7 ഈ സബോഡി ആർക്കിപ്പെലഗോയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഈ സബോഡി ആർക്കിപ്പെലഗോയുടെ തൊട്ടടുത്താണ് മറൈൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. സോ മറൈനിലെ ആൾക്കാർക്ക് പിടിച്ചു കൊണ്ടുപോകാൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഭാഗം ഇതാണ്. സോ ഫിഷർമാൻ ഐലൻഡിലേക്ക് പോകണമെങ്കിൽ സബോഡി ആർക്കിപ്പെലഗോയിലേക്ക് പോകണമെന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഇനി അടുത്തതായിട്ട് പോകുന്നത് സബോഡി ആർക്കിപ്പെലഗോയിലേക്കാണ്. സബോഡി ആർക്കിപ്പെലഗോ എന്ന് പറയുന്നത് ഒരു ഐലൻഡ് അല്ല, പകരം കുറെ മരങ്ങളുള്ള ഒരു ഏരിയയാണ്. അവിടെ 79 സെപ്പറേറ്റ് ആയിട്ടുള്ള വലിയ ജൈജാന്റിക് ആയിട്ടുള്ള മരങ്ങളുണ്ട്. ആ മരത്തിനെ യെറൂക്കിമാൻ മാൻഗ്രൂ എന്നാണ് പറയുന്നത്. സിമ്പിൾ ആയിട്ട് മാൻഗ്രൂ ട്രീസ് എന്ന് പറഞ്ഞാൽ മതി. ഈ 79 മാൻഗ്രൂ ട്രീയിൽ ഒരു മാൻഗ്രൂ ട്രീക്ക്, വെള്ളത്തിന്റെ മുകളിൽ പൊന്തി നിൽക്കുന്ന ഒരു മാൻഗ്രൂ ട്രീക്ക് ഒരു ഐലൻഡിന്റെ എത്ര വലുപ്പമുണ്ട്. സോ 79 മരത്തില് ഒരു മരത്തിന്റെ വലുപ്പം എത്രയാണെന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇതൊരു ഐലൻഡ് അല്ല, ഒരു ഐലൻഡ് പോലെയുള്ള ഒരു മരം ആയതുകൊണ്ട് അവിടെയാണ് ആൾക്കാർ വീടൊക്കെ കെട്ടി താമസിക്കുന്നത്. അതുപോലെ ഇതൊരു ഐലൻഡ് അല്ലാത്തതുകൊണ്ട് ഈ സ്ഥലത്തിന് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, അതായത് ലോക്ക് പോസ്റ്റിൽ ഈ സ്ഥലം കാണിക്കില്ല. സോ ഇവിടേക്ക് എത്തണമെങ്കിൽ വഴി അറിയുന്ന ആരെങ്കിലും ആവശ്യമുണ്ട്. ഇനി ഇവിടെ വരുന്ന ആൾക്കാർക്ക് ബബിൾ കോട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ സ്ഥലത്ത് വെച്ചാണ്. ഈ ബബിൾ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഈ മരത്തിന്റെ അകത്ത് നിന്ന് ഒരു റെസിൻ പോലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ടാവും. അത് ഉണ്ടാവുന്നത് മരത്തിന്റെ വേരിന്റെ അടിയിൽ നിന്നാണ്. അങ്ങനെ ഉണ്ടായി വരുന്ന റെസിൻ ബബിളായി മാറുന്നത് ഈ മരം ശ്വസിക്കുമ്പോൾ, അതായത് ഈ മരം ഓക്സിജൻ എടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ ഈ ഒരു റെസിൻ ബബിളായിട്ട് പുറത്തേക്ക് വരും. അങ്ങനെയാണ് ബബിൾ ഉണ്ടാവുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ ഒരു ബബിൾ ഇവിടുത്തെ ക്ലൈമറ്റിൽ മാത്രമേ നിലനിൽക്കുള്ളൂ. അതായത് ഈ മരത്തിന്റെ ചുറ്റുപാടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ഈ ഒരു ബബിൾ പൊട്ടും. വെള്ളത്തിന്റെ അടിയിലൂടെ ഫിഷർമാൻ ഐലൻഡിലേക്ക് പോകുമ്പോൾ ഈ ഒരു പ്രശ്നമില്ല. പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ, അതായത് ഈ കാട് വിട്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. ഇവിടേക്ക് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ വിളിച്ചുകൊണ്ട് വരുന്നത് ഇവിടെ ബബിൾ കോട്ട് ചെയ്ത് തരുന്ന ഒരാളെ ഹാച്ചാൻ അറിയാം. അതുകൊണ്ട് അയാളുടെ അടുത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ടാണ് ഹാച്ചാൻ ഇവരെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ എത്തിയ സ്ട്രോ ഹാറ്റ്സ് അവിടെയൊക്കെ ഒരുപാട് ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ് ആ സ്ഥലം കാണാനുള്ളത്. ബബിൾസിന്റെ വണ്ടികളൊക്കെ യൂസ് ചെയ്ത് ആ സ്ഥലത്തോടെ പറന്ന് നടക്കാൻ പറ്റും. അപ്പോൾ അവരിങ്ങനെ പോകുന്ന സമയത്താണ് ഹാച്ചാൻ സ്ട്രോ ഹാറ്റ്സിനോട് ഒരു കാര്യം പറയുന്നത്. ഈ സബോഡി ആർക്കിപ്പെലഗോ എന്ന് പറയുന്ന സ്ഥലം മറൈജോയുടെ അടുത്ത് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സ്ഥലം ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് സെലസ്റ്റിയൽ ഡ്രാഗൺസ് വന്നു പോവാറുണ്ട്. അതായത് ഇവിടെ ഒരുപാട് സെലസ്റ്റിയൽ ഡ്രാഗൺസ് ഉണ്ട്. അവന്മാർ എന്ത് തോന്നിവാസം കാണിച്ചാലും നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അവരെന്ത് വേണമെങ്കിൽ കാണിച്ചോട്ടെ, നമ്മൾ മിണ്ടാതിരുന്നാൽ മതി. അവരെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. അപ്പൊ പപ്പാക്ക് സ്ട്രോ ഹാറ്റ്സിന് സെലസ്റ്റിയൽ ഡ്രാഗൺസ് ആരാണെന്ന് പറഞ്ഞു കൊടുക്കും. വേൾഡിലെ തന്നെ നോബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സെലസ്റ്റിയൽ ഡ്രാഗൺസ്. 800 വർഷങ്ങൾക്ക് മുമ്പ് ഈ വേൾഡ് ഗവൺമെന്റ് രൂപീകരിക്കപ്പെട്ടത് ഒരു 20 റോയൽ ഫാമിലീസ് ചേർന്നിട്ടാണ്. ആ റോയൽ ഫാമിലിയിൽപ്പെട്ട തലമുറയായിട്ട് ജനിച്ചു വരുന്ന ആൾക്കാരാണ് ഈ സെലസ്റ്റിയൽ ഡ്രാഗൺസ്. സെലസ്റ്റിയൽ ഡ്രാഗൺസ് എന്ത് ചെയ്താലും ആരും ഒന്നും പറയില്ല. അവർക്ക് വേണമെങ്കിൽ ഒരു കാരണമില്ലാതെ ഒരാളെ കൊന്നുകളയാം. ഇനി ആരെങ്കിലും സെലസ്റ്റിയൽ ഡ്രാഗൺ അടിച്ചാൽ ആ സ്ഥലത്തേക്ക് ഒരു അഡ്മിറൽ വന്ന് ആ അടിച്ച ആളെ കൊന്നുകളയും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സെലസ്റ്റിയൽ ഡ്രാഗൺസ്. സോ സെലസ്റ്റിയൽ ഡ്രാഗൺസിന് എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരെ വേണമെങ്കിലും കൊല്ലാം, ഒരാളെ വേണമെങ്കിൽ അടിമയായിട്ട് കൊണ്ടുപോകാം, ആരും ഒന്നും ചോദിക്കാൻ വരില്ല. അപ്പോൾ സെലസ്റ്റിയൽ ഡ്രാഗൺസ് ആരാണെന്ന് മനസ്സിലായില്ലേ? നാറികള്. ഇപ്പൊ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് അതിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഒരാൾ വന്നിട്ട് അവിടെയുള്ള ജനങ്ങളോട് അയാളുടെ കഴുത്തിലുള്ള ഒരു കോളർ അഴിച്ചു തരാൻ പറയും. അയാളുടെ കഴുത്തിൽ ഒരു ചങ്ങല പോലെ ഒരു സംഭവം ഉണ്ട്, അത് അഴിച്ചു കൊടുക്കാൻ വേണ്ടി പറയും. പക്ഷെ അത് അഴിച്ചു കൊടുക്കാൻ വേണ്ടി ആരും സഹായിക്കില്ല. എല്ലാവർക്കും അത് കാണുമ്പോൾ പേടിയാണ്. പെട്ടെന്ന് അയാളുടെ കഴുത്തിലുള്ള ആ കോളർ പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ അവിടേക്ക് 2 സെലസ്റ്റിയൽ ഡ്രാഗൺസ് വന്ന് ഇയാളെ ചവിട്ടി അവരുടെ കയ്യിലുള്ള തോക്ക് കൊണ്ട് അയാളെ വെടിവെച്ച് കൊല്ലും. കാരണം അയാളൊരു സ്ലേവ് ആണ്, അവരുടെ അടിമയാണ്. ഇത് കണ്ട ലൂഫിക്ക് സഹിക്കാൻ പറ്റിയില്ല. ലൂഫി അവിടേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഹാച്ചാൻ പെട്ടെന്ന് ലൂഫിയെ പിടിച്ചു വെക്കും. അപ്പോൾ സെലസ്റ്റിയൽ ഡ്രാഗൺസ് അവിടെ നിന്ന് പോയതിനു ശേഷം നമ്മുടെ സ്ട്രോ ഹാറ്റ്സും ഹാച്ചാനും ഈ സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ നീച കൃത്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരുപാട് പൈററ്റ്സ് വന്ന് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ അറ്റാക്ക് ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ പിടിച്ചു കൊടുത്താൽ അവർക്ക് പൈസ കിട്ടുമല്ലോ, അതിനുവേണ്ടി. പക്ഷേ സ്ട്രോ ഹാറ്റ്സ് എല്ലാത്തിനെയും അടിച്ചൊതുക്കി. ഇതിനുശേഷം ഹാച്ചാൻ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ ഒരു ബാർ നടത്തുന്ന ലേഡിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടുത്തെ ആ ലേഡിയുടെ പേരാണ് ഷാക്കുയാക്കു. സ്ട്രോ ഹാറ്റ്സ് അവിടേക്ക് വന്നതിന്റെ കാരണം ഈ ഷാക്കുയാക്കുവിന്റെ ഭർത്താവാണ് കപ്പലിന് ബബിൾ കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അവിടെ എത്തിയ സ്ട്രോ ഹാറ്റ്സിനോട് ഷാക്കുയാക്കു, എന്റെ ഭർത്താവ് വീട്ടിലേക്ക് വന്നിട്ട് ഒരുപാട് ദിവസമായി, പുള്ളിക്കാരന്റെ വിചിത്രമായിട്ടുള്ള ആളായതുകൊണ്ട് എപ്പോ വരും എപ്പോ പോകുന്നൊന്നും അറിയില്ല, ചിലപ്പോൾ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടാവും, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. ഇപ്പോഴാണ് ഷാക്കുയാക്കു നമ്മുടെ ലൂഫിയെ ശ്രദ്ധിക്കുന്നത്. കാരണം ഷാക്കുയാക്കുവിന് ലൂഫി അറിയാം. ലൂഫിയുടെ ഒരുപാട് സംഭവങ്ങൾ ലോകം മൊത്തം ഫേമസ് ആണ്. അപ്പോൾ ഷാക്കുയാക്കു ലൂഫിയോട് ഇവിടെ വേസ്റ്റ് ജനറേഷനിലുള്ള കുറെ പൈററ്റ്സ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ലൂഫിയോട് ഷാക്കുയാക്കു പറയുന്നു. ഈ വേസ്റ്റ് ജനറേഷൻ എന്താണെന്ന് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് മനസ്സിലായിട്ടില്ല. അപ്പോൾ വേസ്റ്റ് ജനറേഷൻ എന്താണെന്ന് ഷാക്കുയാക്കു ലൂഫിക്ക് പറഞ്ഞു കൊടുക്കും. മറൈൻസ് വാണ്ടഡ് പോസ്റ്ററിൽ ബൗണ്ടി കൊടുക്കും. അതിൽ 100 മില്യൺ ബൗണ്ടിയുടെ മുകളിൽ പോകുന്ന ആൾക്കാർ മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ പുതിയതായിട്ടുള്ള ആൾക്കാർ, അതായത് പ്രായം കുറഞ്ഞ ന്യൂ ജനറേഷനിലുള്ള പൈററ്റ്സ്, അവർക്ക് 100 മില്യൺ ബൗണ്ടിയുടെ മുകളിൽ പോയാൽ അവരെയാണ് വേസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്ട്രോ ഹാറ്റ്സും ഈ വേസ്റ്റ് ജനറേഷനിൽപ്പെട്ട ആൾക്കാരാണ്. ഇപ്പോൾ ഈ സബോഡി ആർക്കിപ്പെലഗോയില് വേസ്റ്റ് ജനറേഷനിൽപ്പെട്ട 11 പൈററ്റ്സ് ഉണ്ട്. ഈ 11 പൈററ്റ്സ് ആരൊക്കെയാന്ന് വെച്ചാൽ മോങ്കി ഡി ലൂഫി, സ്ട്രോ ഹാറ്റ്സ് പൈററ്റ്സിന്റെ ക്യാപ്റ്റൻ, 300 മില്യൺ ബെറി. അടുത്തത് റോറോ നോവാ സോറോ, 120 മില്യൺ ബെറി. നെക്സ്റ്റ് ട്രഫാൽഗർ ലോ, ഹേർഡ്സ് പൈററ്റ്സിന്റെ ക്യാപ്റ്റൻ, ഇവന്റെ ബൗണ്ടി 200 മില്യൺ ആണ്. അടുത്തത് യൂസ്റ്റസ് കിഡ് പൈററ്റ്സിന്റെ ക്യാപ്റ്റൻ, ഇവന്റെ ബൗണ്ടി 315 മില്യൺ. അടുത്ത ആളുടെ പേര് കില്ലർ, ഇവനും കിഡ് പൈററ്റ്സിലെ ഒരു മെമ്പർ ആണ്. ഇവന്റെ ബൗണ്ടി 162 മില്യൺ. ഇനി അടുത്ത ആളുടെ പേര് സ്ക്രാച്ച്മാൻ ആപ്പു, ഓൺ എയർ പൈററ്റ്സിന്റെ ക്യാപ്റ്റൻ ആണ് ഇവൻ. ഇവന്റെ ബൗണ്ടി 198 മില്യൺ ആണ്. ഇനി അടുത്ത ആളുടെ പേര് കപ്പോൺ ഗ്യാങ് ബേച്ചി, ഇവൻ ഫയർ ടാങ്ക് പൈററ്റ്സിന്റെ ക്യാപ്റ്റൻ ആണ്. ഇവന്റെ ബൗണ്ടി 138 മില്യൺ. അടുത്ത ആളുടെ പേരാണ് ബെസിൽ ഹൗക്കിൻസ് പൈററ്റ്സിന്റെ ക്യാപ്റ്റൻ ആണ് ഇവൻ. ഇവന്റെ ബൗണ്ടി 249 മില്യൺ. അടുത്ത ആളാണ് റെഡ് ഫ്ലാഗ് എക്സ് ഡ്രേക്ക്,
ഡ്രേക്ക് പൈററ്റ്സിന്റെ ക്യാപ്റ്റനാണ് ഇവന്റെ ബൗണ്ടി 222 മില്യൺ. അടുത്തത് ജ്വല്ലറി ബോണി എന്ന് പറയുന്ന ഒരു പെണ്ണാണ്. ഇവള് ബോണി പൈററ്റ്സിന്റെ ക്യാപ്റ്റനാണ്. ഇവളുടെ ബൗണ്ടി 140 മില്യൺ. ആൻഡ് അടുത്ത ആളാണ് മാഡ് മോങ്ക് ഉറൂഷ്, ഫോളൻ മോങ്ക് പൈററ്റ്സിന്റെ ക്യാപ്റ്റനാണ് ഇവന്റെ ബൗണ്ടി 180 മില്യൺ. ഈ ഒരു 11 ആൾക്കാരാണ് വേഴ്സ്റ്റ് ജനറേഷനിലെ പൈററ്റ്സ്. ഇവർക്കൊക്കെ 100 മില്യന്റെ മുകളിൽ ബൗണ്ടി ഉണ്ട്. അതുകൊണ്ട് ഇവരൊക്കെയാണ് ഇനി ന്യൂ വേൾഡിലേക്ക് പോകാൻ പോകുന്നത്. സോ ഇപ്പൊ ഈ വേഴ്സ്റ്റ് ജനറേഷന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സ്ട്രോ ഹാറ്റ്സ് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് ഇനി കപ്പൽ കോട്ട് ചെയ്യുന്ന ആളെ കണ്ടുപിടിക്കണം. സോ പുള്ളിക്കാരനെ കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് പോവാണ്. അതിൽ നമ്മുടെ സോറോ ആ സ്ഥലം മുഴുവൻ ചുറ്റിക്കറങ്ങി നടക്കുകയാണെന്ന് പറഞ്ഞു പോയി. സാഞ്ചിയും ഉസോഫും ഫ്രാങ്കിയും കപ്പലിലാണ്. നാമിയും റോബിനും ഷോപ്പിങ്ങിനായിട്ട് പോയി. പിന്നെ ബാക്കിയുള്ള ലൂഫിയും ചോപ്പറും അവരുടെ കൂടെ ഹാച്ചാനും ക്യാമിയും അവളുടെ കൂടെയുള്ള സ്റ്റാർഫിഷ് പപ്പാഗും ഇവർ ഈ 4 പേരും അടുത്തുള്ള പാർക്കിൽ പോയി റൈഡ് ചെയ്യുന്നു. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്താണ് സബോഡിയിലേക്ക് ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ വരുന്നത്. ഈ സെലസ്റ്റിയൽ ഡ്രാഗൺസ് നിലത്തിറങ്ങി നടക്കുകയൊന്നുമില്ല. പകരം അവരെ പുറത്ത് വെച്ച് നടക്കാൻ കുറച്ച് സ്ലേവുകളൊക്കെ ഉണ്ട്. സോ ഇപ്പൊ വന്ന ഈ സെലസ്റ്റിയൽ ഡ്രാഗൺ അവിടെയുള്ള ഒരു പെണ്ണിനെ കാണുമ്പോൾ അവളെ അവന് വേണമെന്ന് പറയുന്നു. അപ്പോൾ ആ പെണ്ണ് മുട്ടുകുത്തി നിന്ന് എന്റെ കല്യാണം ഓൾറെഡി ഫിക്സ് ആയതാണ്, അതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യരുത്, എന്റെ ഫിയാൻസിയാണ് ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞ് അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഈ സെലസ്റ്റിയൽ ഡ്രാഗൺ അവനെ ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അയാൾ ആ പെണ്ണിനോട് ഇപ്പൊ നമുക്ക് കല്യാണം കഴിച്ചാലെന്നൊരു ചോദ്യം. ഇത് കണ്ടിട്ട് അവിടെയുള്ള ആരും ഒന്നും പറയുന്നില്ല. ഈ സെലസ്റ്റിയൽ ഡ്രാഗന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് വേഴ്സ്റ്റ് ജനറേഷനിലെ പൈററ്റ്സും ഉണ്ട്. അവരും ജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, നോക്കി നിൽക്കുക. ഇവർ എത്ര വലിയ പൈററ്റ്സ് ആണെന്ന് പറഞ്ഞാലും സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ ഇവർക്ക് പേടിയാണ്. സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ പേടിയായതുകൊണ്ടല്ല, പകരം സെലസ്റ്റിയൽ ഡ്രാഗനെ തൊട്ടാല് അവിടേക്ക് ഒരു അഡ്മിറൽ വന്നിട്ട് ഇവരെ കൊന്നുകളയും. സോ അഡ്മിറൽസിന്റെ കൂടെ പിടിച്ചു നിൽക്കാനുള്ള പവറൊന്നും അവിടെയുള്ള പൈററ്റ്സിനില്ല. അതുകൊണ്ട് സെലസ്റ്റിയൽ ഡ്രാഗൺസ് എന്ത് ചെയ്യുന്നു അത് കണ്ട് പൊത്തിയിട്ടിരിക്കുക. വേറൊരു ചോയ്സ് അവർക്കില്ല. ഇപ്പൊ ഇങ്ങനെ അവിടെയുള്ള ആൾക്കാർ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ വൈസ് ക്യാപ്റ്റൻ ഈ സെലസ്റ്റിയൽ ഡ്രാഗണ് നേരെ ഒരു കുപ്പിയിലെ ഡ്രിങ്കും കുടിച്ചുകൊണ്ട് പതിയെ നടന്നു വരുന്നത്. ചുറ്റിക്കറങ്ങി നടന്ന സോറോ കറക്റ്റ് പ്രശ്നത്തിലേക്ക് തന്നെ വന്ന് ചാടി. ഇപ്പോൾ സെലസ്റ്റിയൽ ഡ്രാഗണ് നേരെ സോറോ നടന്നു വരുന്നത് കാണുമ്പോൾ ആ സെലസ്റ്റിയൽ ഡ്രാഗണ് ദേഷ്യം വരും. കാരണം അവിടെയുള്ള എല്ലാവരും സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ കാണുമ്പോൾ മുട്ടുകുത്തി നിൽക്കണം. പക്ഷേ സോറോ ജസ്റ്റ് ഫ്രീ ആയിട്ട് നടന്നു വരികയാണ്. അപ്പൊ സെലസ്റ്റിയൽ ഡ്രാഗൺ സോറോയോട് നിനക്കെന്താ എന്നെ കാണുമ്പോൾ പേടിയാവുന്നില്ലേ, എന്നെ ബഹുമാനിക്കേണ്ടതാ നിനക്കറിയില്ലേ എന്ന് പറഞ്ഞ് സെലസ്റ്റിയൽ ഡ്രാഗൺ അവന്റെ കയ്യിലുള്ള തോക്കെടുത്ത് സോറോയെ ഷൂട്ട് ചെയ്യാൻ ട്രിഗർ വലിക്കുമ്പോൾ സോറോ ഒന്നും നോക്കിയില്ല, കത്തിയെടുത്ത് സെലസ്റ്റിയൽ ഡ്രാഗനെ പൂശാൻ തുടങ്ങുമ്പോൾ അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ജ്വല്ലറി ബോണി എന്ന് പറയുന്ന പെണ്ണ് സോറോയെ അറ്റാക്ക് ചെയ്യാൻ സമ്മതിക്കാതെ അവനെയും ചേർത്ത് അവിടെ നിന്ന് തള്ളി ദൂരത്തേക്ക് മാറ്റി. എന്നിട്ട് സെലസ്റ്റിയൽ ഡ്രാഗന്റെ ബുള്ളറ്റ് കൊണ്ട് സോറോ മരിച്ചു പോയി എന്ന് പറഞ്ഞ് അവൾ അഭിനയിക്കുന്നു. സംഭവം സോറോ സെലസ്റ്റിയൽ ഡ്രാഗനെ വെട്ടാൻ വന്നതുപോലും അയാൾ കണ്ടിട്ടില്ല. സോ ഇപ്പൊ സോറോ മരിച്ചു പോയി എന്ന് വിചാരിച്ച് ആ സെലസ്റ്റിയൽ ഡ്രാഗൺ അവിടുന്ന് പോകുന്നു. അപ്പൊ ജ്വല്ലറി ബോണി സോറോയോട് നിനക്കെന്താടാ വെകിളി പിടിച്ചവനെ ഭ്രാന്താണോ, ആ മനുഷ്യനൊരു സെലസ്റ്റിയൽ ഡ്രാഗനാണ്, അയാളെ തൊട്ടാ ഇവിടേക്ക് അഡ്മിറൽ വന്ന് നിന്നെ പൂശിക്കളയും, അതുകൊണ്ട് എടുത്ത് ചാടി എന്ത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന വേഴ്സ്റ്റ് ജനറേഷനിലെ പൈററ്റ്സ് സോറോ ചെയ്യാൻ പോയത് കണ്ട് അവരെല്ലാവരും സോറോയിൽ ഇംപ്രസ് ആയി. ഇപ്പൊ നമ്മുടെ സോറോ ആ സെലസ്റ്റിയൽ ഡ്രാഗൺ ഷൂട്ട് ചെയ്ത മനുഷ്യനെ എടുത്ത് അവിടെയുള്ള ഹോസ്പിറ്റലിലാക്കാൻ വേണ്ടി പോകുന്നു. ഇതിനുശേഷം സോറോയെ പിടിക്കാൻ വേണ്ടി ഒരുപാട് പൈററ്റ്സ് അവന് ചുറ്റും വളഞ്ഞുകൂടി. കാര്യം അറിയാലോ, സോറോയെ പിടിച്ചു കൊടുത്താൽ അവന്റെ ബൗണ്ടി കിട്ടും, അതിനുവേണ്ടി. സോ ഇപ്പൊ സോറോയെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന അവരെ സോറോ ദേഷ്യത്തിലൊന്ന് തറപ്പിച്ചു നോക്കി. അപ്പൊ പെട്ടെന്ന് സോറോയുടെ അകത്ത് നിന്ന് മുമ്പ് ലൂഫി ദേഷ്യപ്പെട്ടപ്പോ ഒരു അദൃശ്യ ശക്തി പുറത്തു വന്നതുപോലെ ഇപ്പൊ സോറോയുടെ അകത്ത് നിന്നും അതുപോലൊരു അദൃശ്യ ശക്തി പുറത്തേക്ക് വന്നു. അങ്ങനെ അവിടെയുള്ള എല്ലാവരും ബോധം കെട്ട് താഴത്തേക്ക് വീണു. ഇത് കണ്ട് സോറോയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും ആലോചിക്കാതെ അവിടെ നിന്ന് പോയി. ഈ ഒരു സമയത്താണ് കപ്പലിലുള്ള സാഞ്ചിയെ വിളിച്ച് ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സ് പറയുന്നത് ക്യാമിയെ കാണാനില്ല, അവളെ ആരോ തട്ടിക്കൊണ്ടുപോയി. സോ ലൂഫിയുടെ കൂടെ ഉണ്ടായിരുന്ന കേമിയെ ആരോ തട്ടിക്കൊണ്ടുപോയി. ഈ ഒരു സബോഡി ആർക്കിപ്പെലഗോയില് മെർമെയ്ഡ് അതുപോലെ ഫിഷർമാൻ ഇവരെയൊക്കെ തട്ടിക്കൊണ്ടുവന്ന് സ്ലേവുകളാക്കി വിൽക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ സബോഡി ആർക്കിപ്പെലഗോ. ഇവിടെ അതിനുള്ള ഒരുപാട് സ്ഥലമുണ്ട്. സോ ഇപ്പൊ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് മനസ്സിലായി കേമിയെ തട്ടിക്കൊണ്ടുപോയത് ഇതുപോലെ അവളെ വിൽക്കാൻ വേണ്ടിയാണെന്ന്. അങ്ങനെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും കേമിയെ അവിടെ എല്ലാം അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ എവിടെ തെരഞ്ഞിട്ട് അവളെ കാണാനില്ല. ഇപ്പൊ സ്ട്രോ ഹാറ്റ്സിനെ സഹായിക്കാൻ വേണ്ടി അവിടേക്ക് ഡുവലും വരുന്നുണ്ട്. കാരണം ഡുവലിന്റെ ജോലി ഇതുപോലെ ആൾക്കാരെ കടത്തിക്കൊണ്ടുവന്ന് വിൽക്കുന്നതായതുകൊണ്ട് ഡുവലിന് ഏറെക്കുറെ ആരായിരിക്കും കേമിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് മനസ്സിലായി. സബോഡി ആർക്കിപ്പെലഗോയില് മനുഷ്യന്മാരെ വിൽക്കുന്ന ഒരു വലിയ സ്ഥലമുണ്ട്. അതായത് അവിടെ വരുന്ന ആൾക്കാർ മുഴുവൻ പണക്കാരായിരിക്കും. ഈ പണക്കാര് അവരുടെ അടിമകളെ വാങ്ങാൻ വരുന്ന ഒരു സ്ഥലമാണിത്. മെർമെയ്ഡ് അതുപോലെ ഫിഷർമാൻ മാത്രമല്ല, ജയൻസ്, വ്യത്യസ്ത തരത്തിലുള്ള മനുഷ്യന്മാര്, അങ്ങനെയുള്ള എല്ലാവരെയും ഈ ഒരു സ്ഥലത്ത് ലേലത്തിന് വിൽക്കും. സോ കേമിയെ തട്ടിക്കൊണ്ടുവന്ന ആൾക്കാർ ഈ ഒരു സ്ഥലത്ത് അവളെ വിറ്റിട്ട് പോകും. ഇന്ന് തന്നെ ഒരു വലിയ ഓപ്ഷൻ ഈ സ്ഥലത്ത് വെച്ച് നടക്കാൻ പോകുന്നുണ്ട്. അതിൽ വിൽക്കാൻ വേണ്ടിയാണ് അവർ കേമിയെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ഇപ്പോൾ സെലസ്റ്റിയൽ ഡ്രാഗൺസ് അതുപോലെ ഒരുപാട് പണക്കാര്, പിന്നെ വേഴ്സ്റ്റ് ജനറേഷനിലുള്ള ട്രഫാൽഗർ ലോയും അവന്റെ ക്രൂവും അതുപോലെ യൂസ്റ്റസ് കിഡും അവന്റെ ക്രൂവും ഇവരൊക്കെയാണ് ഈ ഒരു സമയത്ത് അവിടേക്ക് ഈ ഒരു ഓപ്ഷന് വന്നത്. ഇപ്പൊ അവിടേക്ക് അവർ കൊണ്ടുവന്ന കേമി ഒരുപാട് ഒച്ചയിട്ട് സംസാരിക്കുമ്പോൾ ഡിസ്കോ എന്ന് പറയുന്ന ഒരാള് കേമിയെ ഒരുപാട് തല്ലിയതിനു ശേഷം അവളെ പിടിച്ചു വെച്ച് അവളുടെ കഴുത്തിൽ സ്ലേവുകൾ കിട്ടുകൊടുക്കുന്ന കോളർ ഇടാൻ വരുമ്പോൾ പെട്ടെന്നാണ് എന്തോ ഒരു പവർ വന്ന് അയാൾ ബോധം കെട്ട് താഴേക്ക് വീണത്. അപ്പൊ ഇത് കണ്ട് അവിടെ ഓപ്ഷന് വിൽക്കപ്പെടാനിരുന്ന ഒരു ജയന്റ് തന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു വയസ്സായ ആളെ നോക്കി, ഡോ കിളവാ, സത്യം പറയാം, അത് ഹാക്കിയല്ലേ, നിങ്ങൾ വെറുതെ പാവത്തിനെ പോലെ അഭിനയിക്കൊന്നും വേണ്ട, നിങ്ങളിപ്പോ ചെയ്തത് എന്താണെന്ന് എനിക്കറിയാം, നിങ്ങളുടെ അടുത്ത് നിന്ന് വന്നത് ഹാക്കിയല്ലേ, പറ നിങ്ങൾ ആരാണ്? ഞാനോ, ഞാൻ ചിപ്പ് കോട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു വയസ്സായ കിഴവൻ എന്ന് പറഞ്ഞ ആ വയസ്സായ ആള് പറയുന്നു. ഇപ്പോഴാണ് ഇയാൾ ആരാണെന്ന് പറയുന്നത്. റോജർ പൈററ്റ്സിലെ വൈസ് ക്യാപ്റ്റൻ, കിങ് ഓഫ് ദ പൈററ്റ് ഗോൾഡി റോജറിന്റെ വലങ്കൈ സിൽവേഴ്സ് റെയ്ലി അല്ലെങ്കിൽ ഡാർക്ക് കിങ് റെയ്ലി. ഈ ഒരു മനുഷ്യനെയാണ് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഇത്രയും നേരമായിട്ട് ഷിപ്പ് കോട്ട് ചെയ്ത് കൊടുക്കാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇതേ സമയത്ത് മറൈൻ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഗാർപ്പിന്റെ അടുത്തേക്ക്
ഒരു മറൈൻ ഓഫീസർ വന്നിട്ട് സബോഡി ആർക്കിപ്പെലഗോയിൽ ഓപ്ഷൻ നടക്കുന്ന സ്ഥലത്ത് വിൽക്കാനായി ഡാർക്കിംഗ് റെയിലിയുണ്ട്. ഇത് കേട്ട് ഗാർപ്പ്, എന്ത് മനുഷ്യരെ വിൽക്കുന്ന സ്ഥലത്ത് ഡാർക്കിംഗ് റെയിലിയോ? ഇത് സത്യമാണ്. അവിടെയുള്ള എന്റെ ആൾക്കാർ 100% ഉറപ്പിച്ചു അത് ഡാർക്കിംഗ് റെയിലിയാണെന്ന്. വൈസ് അഡ്മിറൽ, നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്ലീറ്റ് അഡ്മിറൽ സെങ്കോക്കുവിനോട് പറഞ്ഞാലോ എന്ന് ഇയാൾ ചോദിക്കുമ്പോൾ ഗാർപ്പ് ആവട്ടെ, ഹേയ് വേണ്ട, ഇത് സെങ്കോക്കുവിനോട് പറയണ്ട, ഇത് എനിക്ക് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം അവിടെയുള്ള നിന്റെ ആൾക്കാരോട് ഒന്ന് അടങ്ങിയിരിക്കാൻ പറയാം. പക്ഷെ വൈസ് അഡ്മിറൽ, ഇനി അത് ഡാർക്കിംഗ് റെയിലി തന്നെയാണെങ്കിലോ? അത് കേട്ട് ഗാർപ്പ്, നീ അതിൽ സംശയിക്കൊന്നും വേണ്ട, അത് അവൻ തന്നെയാണ്. അന്നും ഇന്നുമായിട്ട് പലപ്പോഴും ഞാൻ അവനെ കണ്ട കാര്യം അറിയുന്നുണ്ട്. എന്റെ സംശയം ശരിയാണെങ്കിൽ ചൂതാട്ടത്തിൽ കയ്യിലുള്ള പൈസ മുഴുവൻ പോയിട്ട് അവനെ അവിടെ കൊണ്ടുപോയി വിൽക്കാൻ വെച്ചതായിരിക്കും. പിന്നെ അവനൊരു കിഴവനായിരിക്കും. ഇത് കരുതി നീ അവനോട് മുട്ടാൻ നിൽക്കണ്ട. അങ്ങനെ മുട്ടുകയാണെങ്കിൽ നിന്റെ ആൾക്കാരെ നിനക്ക് നഷ്ടപ്പെടും. ഇവിടെ ഇപ്പൊ സബോഡി ആർക്കിപ്പെലഗോയില് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ ആ ഓപ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. എന്നിട്ട് അവിടെ നിന്നിരുന്ന ആളോട് ഞങ്ങളെ ക്യാമിയെ തിരിച്ചതാ, അവൾ ഞങ്ങളുടെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് അയാളെ തല്ലാൻ പോകുമ്പോൾ അയാൾ എന്ത് ചെയ്തിട്ടും വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. അപ്പോൾ ഫ്രാങ്കി അവന്റെ പവർ യൂസ് ചെയ്ത് അവിടെ ഇടിച്ചു പൊളിച്ച് അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോൾ അവനെ തടഞ്ഞു വെച്ച് ഹാച്ചാൻ പറയും, ഇതിന്റെ അകത്ത് ഇപ്പോൾ ഒരുപാട് നോബിൾസ് ഉണ്ട്, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ നാമി പറയും, എന്നാൽ നമുക്ക് റൂൾസ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള പൈസ യൂസ് ചെയ്ത് ക്യാമിയെ നമുക്ക് വാങ്ങാം. അങ്ങനെ അവരെല്ലാവരും ക്യാമിയെ വാങ്ങാൻ വേണ്ടി അതിന്റെ അകത്തേക്ക് കയറി.